ആദ്യം തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ക്രിസ്മസ് എക്സാമിനുള്ള പഠനം തുടങ്ങിയോ? അതായത് ഓണം എക്സാം ഓൾറെഡി പാളിക്കിടക്കാണ്. ഇനി നിങ്ങൾ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പാരൻസിനൊക്കെ, ഇതിങ്ങനെ പോട്ടെ, ഓണം എക്സാം ഞങ്ങളിങ്ങനെ ഇപ്പോൾ +1 ആകുമ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഇപ്പോൾ കയറിയിട്ടല്ലുള്ളൂ, അപ്പോൾ ചാപ്റ്റർ ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ എന്തൊക്കെ ഒരു ന്യായങ്ങളും കാരണങ്ങളും നിങ്ങൾ പാരൻസിനോട് പറഞ്ഞു. പക്ഷേ അന്ന് നിങ്ങളൊരു വാക്ക് കൊടുത്തിരുന്നു, ക്രിസ്മസ് എക്സാമിന് അടിപൊളിയായിട്ട് പഠിക്കുന്നു. എന്നാൽ ഒന്ന് കമൻറ്റ് ചെയ്തേ, ക്രിസ്മസ് എക്സാമിന് പഠിക്കാൻ തുടങ്ങിയോ ഇല്ലയോ? ഇപ്പം നിങ്ങൾക്ക് സ്കൂളിൽ എടുക്കുന്ന ചാപ്റ്റേഴ്സ്, അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചാപ്റ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ പറയുന്ന നിങ്ങൾക്ക് ഒരു ഹിസ്റ്ററി തന്നെ എടുക്കട്ടെ, ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ചാപ്റ്ററും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യും. ഹിസ്റ്ററിയിലും അതുപോലെ തന്നെ ഇപ്പോൾ അക്കൗണ്ടൻസി ആണെങ്കിൽ അക്കൗണ്ടൻസി അതിൻ്റെതും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചാപ്റ്റർ കമൻറ്റ് ചെയ്യും. മക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇനി ക്രിസ്മസ് എക്സാമിന് എത്രയുണ്ട്? അതായത് ഇപ്പോൾ ഒക്ടോബർ മാസം പകുതിയായി ആണല്ലോ, ഒരു ഡൗട്ടും ഇല്ലല്ല, ഒക്ടോബർ പകുതിയായി. ഇതിലൊരു 15 ദിവസം നമുക്ക് കൂട്ടാം. അതുപോലെ തന്നെ നവംബർ മാസത്തിൽ ഒരു 30 ദിവസങ്ങൾ കൂട്ടാം. 30ഉം 15ഉം 45 ദിവസം, 45 ദിവസം. അപ്പോൾ നമ്മൾ ചോദിക്കും, സാറേ അങ്ങനെ ഡിസംബർ 1 മുതലാണോ? അല്ല, 45 ദിവസത്തെ ഒരു 10 ദിവസം കൂടി കൂട്ടാം. അതായത് ഡിസംബർ മാസത്തിലുള്ള ഒരു 10 ദിവസം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യം നമുക്ക് ദിവസങ്ങളുള്ളത് 55 ദിവസം. ഈ 55 ദിവസത്തിൽ മക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, പൊളിറ്റിക്സ് ഏകദേശം ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതായത് ഒരു 60 അല്ലെങ്കിൽ ഒരു 70% നിങ്ങൾ ക്രിസ്മസ് എക്സാം വായിക്കും. ഞാൻ മിനിമം ആയിട്ട് പറയുന്നത്, ഒരു 70% എങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. അതാണ് ഉറപ്പായിട്ടുള്ള സാധനം. +1 കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ മെയിൻ എക്സാമാണ്. അതായത് മെയിൻ എക്സാം എന്ന് വെച്ചിട്ട് ഓണം എക്സാമൊക്കെ നിങ്ങൾക്ക് എങ്ങനെ നടന്നത്? സ്കൂളിലെ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് പല സ്കൂളിനും പല രീതിയിലാണ്, പല സബ്ജക്റ്റുകളായിരുന്നു. ചില സ്കൂളുകളിൽ ചില സബ്ജക്റ്റുകളൊന്നും നടത്തിയിട്ടില്ല, ക്ലാസ് ടെസ്റ്റ് പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടൊക്കെയാണ് മാർക്കിട്ടത്. എന്നാൽ നിങ്ങൾ നേരിടാൻ പോകുന്ന 10ാം ക്ലാസ്സിന് ശേഷം നിങ്ങൾ നേരിടാൻ പോകുന്ന ആദ്യത്തെ മെയിൻ എക്സാം എന്ന് വേണമെങ്കിൽ പറയാം, അതാണ് ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത്. ആ ക്രിസ്മസ് എക്സാമിൽ ഒരു 70% നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിൻ എക്സാമിന് ഉറപ്പായിട്ടും പൊട്ടും. അങ്ങനത്തെ ഞാൻ പറയും. ഇതെന്താ തോൽക്കുമെന്ന് സാറ് പറയുന്നത്? എടാ, 10ാം ക്ലാസ് പോലെയല്ല. ഞാൻ വീണ്ടും പറയാം, 10ാം ക്ലാസ് പോലെയല്ല. തോൽക്കുമെന്ന് പറഞ്ഞാൽ തോൽക്കും. ഇത് പേടിപ്പിക്കുന്നില്ല. മുൻപേ നിങ്ങളോട് പറഞ്ഞു തരാതെ അവസാനം വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ പറയും, സാറേ ഇത് കുറച്ച് മുമ്പ് പറഞ്ഞുകൂടായിരുന്നു. മക്കൾ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് പഠിക്കാൻ ഓക്കെ ആണെങ്കിൽ, പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൃത്യം, അതായത് നാളെ ഒക്ടോബർ 14-ാം തീയതി, മനസ്സിലാക്കണം മക്കളെ, ഒക്ടോബർ 14-ാം തീയതി കൃത്യം 7 മണിക്ക് നമ്മുടെ സ്റ്റഡി പ്ലാൻ്റെ ലിങ്ക് ഉണ്ട്. ഇപ്പം തന്നെ ആ സ്റ്റഡി പ്ലാൻ്റെ ലിങ്ക് ഒക്കെ പോയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് വെക്കുക. ആ സ്റ്റഡി പ്ലാനിൽ കൊമേഴ്സ് ആവട്ടെ, ഹ്യൂമാനിറ്റീസ് ആവട്ടെ, ഇനി അതുപോലെ തന്നെ സയൻസ് ആവട്ടെ, ഹ്യൂമാനിറ്റീസ് ആവട്ടെ, കൊമേഴ്സ് ആവട്ടെ, സയൻസ് ആവട്ടെ, ഏതാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, അതാത് ചാനലിൽ, ഇപ്പോൾ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഒരു ചാനലാണ്, സയൻസിന് നമ്മൾ വേറെ തന്നെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ കൃത്യം ആ ഒരു സമയത്ത് 7 മണിക്കൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂട്ടി വന്നിട്ട് ഈ ഒരു മാസം, അതായത് 55 ദിവസം കൊണ്ട് എങ്ങനെ നമ്മൾ പഠിച്ചെടുക്കാം. ഈ 55 ദിവസം എന്നുള്ളത് നമ്മൾ 45 ദിവസമായിട്ട് തന്നെ കാണാം. അതായത് ഡിസംബർ 1 വരെ അതിനുള്ളിൽ നമ്മൾ പഠിച്ചിരിക്കണം. ബാക്കി ഫുള്ള് ക്രിസ്മസ് എക്സാമിൻ്റെ റിവിഷൻ ആയിരിക്കും. ആ രൂപത്തിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകും. അതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള അജണ്ട. അപ്പം മറക്കേണ്ട മക്കളെ, ഒക്ടോബർ 14-ാം തീയതി ചൊവ്വാഴ്ച നമ്മൾ വെൽ സ്റ്റഡി പ്ലാൻ വെക്കുന്നുണ്ട്. ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് സെറ്റാക്കിയിട്ട് ക്ലാസ്, നമ്മൾ ലൈവ് ക്ലാസ്സുകളും എല്ലാ രീതിയിലുള്ള ക്ലാസ്സുകളും, ക്വസ്റ്റ്യനുകളും ആൻസറുകളൊക്കെ നമ്മൾ തരാൻ പോകാൻ. ഓക്കെ ആണോ? അപ്പോൾ കൃത്യം ചൊവ്വാഴ്ച 7 മണിക്ക് നിങ്ങൾ എത്തണം. സെറ്റാക്കിയിട്ട് നിങ്ങളെ പഠിപ്പിക്കൽ എങ്ങനെ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മറക്കണ്ട, ഫ്രണ്ട്സിനോടൊക്കെ പറയാം, സെറ്റാക്കണം.